ശ്രീനിവാസ് മറുപടി ഇപ്പോൾ അരുൺ പറഞ്ഞു തുടങ്ങിയപ്പോൾ നേരത്തെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ KSUമായി ബന്ധപ്പെട്ട പേരുകളും എനിക്ക് തോന്നുന്നു യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ട പേരുകളുമായിരിക്കണം കുറച്ച് പേരുകൾ എടുത്തു പറയുന്നുണ്ട്. അതിനുള്ള മറുപടി ഒന്ന് അരുണിന്റെ ആദ്യത്തെ സെഷനിൽ സംസാരിച്ച വിഷയങ്ങൾക്കുള്ള മറുപടിയാണ് രണ്ടാമത്തെ സെഷനിൽ അദ്ദേഹം പറഞ്ഞത്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട എന്നതാണ്. ഈ ചർച്ചയിൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചത് അരുൺ തന്നെയാണല്ലോ, ഞങ്ങളല്ലല്ലോ. കേരളത്തിൽ ഇന്ന് പോളിയുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി പോളിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളിൽ ആദ്യത്തെ രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് വന്നത് എവിടുന്നാണ്? അതിന് രാഷ്ട്രീയമായി ഇടപെടലുണ്ടായത് എവിടുന്നാണ്? SFIയുടെ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നാണ്. ഇതിനെ രാഷ്ട്രീയമായി കാണണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ അരുൺ ഇപ്പോൾ പറഞ്ഞു അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല, ഇത്രയും കേസുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. എപ്പോഴാണ് സാർ അഭിനന്ദിക്കേണ്ടി വരിക? അഭിനന്ദിക്കേണ്ടി വരേണ്ടത് സ്പെഷ്യലായിട്ടൊരു ഡ്രൈവ് നടക്കുമ്പോൾ, സ്പെഷ്യലായിട്ടൊരു റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ് അഭിനന്ദിക്കുക. അതുകൊണ്ട് ഞങ്ങൾ അഭിനന്ദിക്കുന്നു. കേരളത്തിൽ കഴിഞ്ഞ ഒരു 15 ദിവസത്തോളമായി പോലീസും എക്സൈസും നടത്തുന്ന ഈ പറയുന്ന ഉറവിടം തേടിയുള്ള അന്വേഷണങ്ങളിൽ റിസൾട്ട് ഉണ്ടാകുന്നു. അപ്പൊ ഇത്രയും കാലം റിസൾട്ട് ഇല്ലാത്തതിന്റെ ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും എന്നത് കേരളീയ സമൂഹം തീരുമാനിക്കട്ടെ. ഒരാളെ കൊല്ലുകയോ കൊലവിളിക്കുകയോ ചെയ്യുമ്പോഴാണ് പോലീസും എക്സൈസും ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണോ നിങ്ങൾ പറയുന്നത്? ഞാനത് പൊതുസമൂഹത്തിന് വിടുന്നു, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇപ്പോ പ്രിയപ്പെട്ട അരുൺകുമാർ ഇവിടെ കുറെ കണക്കുകൾ പറഞ്ഞു. കേരളം വ്യത്യസ്തമാണ്, പഞ്ചാബ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്, കേരളം വലിയ മാറ്റമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് കേരളത്തെ നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യല്ല. നിങ്ങൾ ആരുമായിട്ടാണ് കേരളത്തെ കമ്പയർ? UP ആയിട്ടോ, ഗുജറാത്ത് ആയിട്ടോ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടോ? കേരളം ഒന്നും സവിശേഷമായ ഒരു ഇടമാണ്. ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ ഇന്ന് ഭരിക്കുന്ന ഭരണകൂടം അത് നിങ്ങളാണ്. അത് നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു പോകേണ്ടതുണ്ട്. കോവിഡ് വന്നതിന് ശേഷം ഇത് സ്വാഭാവികമായി നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ കുടുംബങ്ങൾക്കകത്ത്, ക്യാമ്പസുകൾക്കകത്ത്, സോഷ്യൽ മീഡിയയിലെ അതിപ്രസരത്തിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് കരുതി ആരതിനെ അഡ്രസ് ചെയ്യണം? കാലത്തിനനുസരിച്ച് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള മെഷീനറി വർക്ക് ചെയ്യേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. ഇന്ന് ഭരിക്കുന്ന പിണറായി വിജയൻ ആണെങ്കിൽ നിങ്ങളുടെ ബാധ്യതയാണ്, അതുണ്ടാകണം. അല്ലാതെ UP ആയി കമ്പയർ ചെയ്ത് ഇവിടെ താരതമ്യേന കുറവാണ് എന്ന് പറയല്ല. ഇവിടെ ഇതിനെ തടുത്തു നിർത്താനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം. ഒരു കാര്യം ഉറപ്പാണ്, എനിക്കറിയില്ല UP നടക്കുന്നുണ്ടോ ഗുജറാത്ത് നടക്കുന്നുണ്ടോ ഞാൻ പരിശോധിച്ചിട്ടില്ല, പക്ഷെ കേരളത്തിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇതിന്റെ പേരിൽ പരസ്പരം കൊലപാതകങ്ങളും തർക്കങ്ങളും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന രൂപത്തിലേക്കുള്ള ക്യാമ്പസുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ട ഭരിക്കുന്ന ഭരണകൂടമാണ്. പിന്നെ നിങ്ങളിവിടെ കുറെ പേരുകൾ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി അതിൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം പറയേണ്ടതാണ്. MSFന്റെയും യൂത്ത് ലീഗിന്റെയും പ്രതിനിധിയായി ഞാൻ പറയുന്നു, ആ പറഞ്ഞതിൽ ഒരു പേര് പോലും ഞങ്ങളുടെ പാർട്ടിയോ അതുമായി ബന്ധപ്പെട്ട ഒരാളുടെ പേരില്ല. ഉണ്ടെങ്കിൽ അയാളെ സ്ഥാനത്തുണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞ ഒരു പേര് പോലും ഞങ്ങളുടെ പേരുകളല്ല. പിന്നെ കുറെ പേരുകൾ പറഞ്ഞ് ഇതിൽ തർക്കിക്കണ്ട എന്നാണ് അരുൺകുമാർ പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ തർക്കിക്കണ്ടെന്നേ. ഈ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നിങ്ങൾ അവസാനിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ആത്മാർത്ഥതയോട് കൂടി ഇതിൽ ഇടപെടുകയാണ്, ഞങ്ങൾക്ക് അതിൽ ആത്മാർത്ഥതയുണ്ട്. ഞാൻ രണ്ട് കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇന്ന് ഈ പറയുന്ന കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ, പാക്കറ്റ് പിടിച്ചതിന്റെ പേരിൽ ജയിൽ കൊണ്ടുപോയ 281/2025 കേസിലെ പ്രതികളെ പുറത്തിറക്കിയ ഏരിയ ഭാരവാഹികളെ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ? ആ പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ പറയുന്ന ആത്മാർത്ഥമാണെങ്കിൽ ആ പ്രതികളെ നിങ്ങൾ സസ്പെൻഡ് ചെയ്യും. എന്നിട്ട് അന്വേഷണത്തിൽ അവർ നിരപരാധികളാണെങ്കിൽ അവരെ ഉള്ളിൽ സസ്പെൻഷൻ പിൻവലിക്കുക. ആ പ്രതികളെ പുറത്തിറക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത നിങ്ങളുടെ ജില്ലാ നേതാക്കന്മാരെ നടപടിയെടുക്ക്. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, ഇന്ന് കളമശ്ശേരി ITയിൽ ഉണ്ടായി, നമ്മളെല്ലാവരും കളമശ്ശേരി പോളിയിലെ വാർത്ത കണ്ടു. തൊട്ടപ്പുറത്ത് മഹാരാജാസ് കോളേജ് ഉണ്ട്, ഞങ്ങൾക്കൊക്കെ യൂണിറ്റുള്ള സ്ഥലമാണ്. അവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിയാൽ എന്താ കേരളീയ വിദ്യാർത്ഥി സമൂഹം മനസ്സിലാക്കേണ്ടത്? SFIയുടെ കൊടി പിടിച്ചാൽ എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ആൾ വരും, SFIയുടെ കൊടി പിടിച്ചാൽ ചാനൽ എന്നെ ന്യായീകരിക്കാൻ ആൾ വരും, SFIക്ക് വേണ്ടി മെമ്പർഷിപ്പ് എടുത്ത് ഞാൻ ഈ കാര്യം ചെയ്താൽ എനിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചട്ടപ്പട എന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ടുപോകാൻ ആളുണ്ടാകും. ഇങ്ങനെയാണോ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം വിചാരിക്കേണ്ടത്? അങ്ങനെ ഒരു മെസ്സേജ് ആണോ രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കേണ്ടത്? അല്ല, അങ്ങനെ ഒരു മെസ്സേജ് അല്ല കൊടുക്കേണ്ടത്. ഇതൊരു രാഷ്ട്രീയ തർക്കമല്ല ശ്രീ അരുൺകുമാർ. ഞാൻ പറയും, നിങ്ങളുടെ ഈ രാഷ്ട്രീയ ശൈലിയെ മാറ്റണം. SFIയോട് നിങ്ങൾ പറയണം, മിനിറ്റുകൾ കൊണ്ട് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്നത് ആരെയാണ്? ഈ കഞ്ചാവ് കേസിലെ പ്രതികളാണ്. എന്റെയും നിങ്ങളുടെ പണി എന്താണ്? ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന, MDM ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നവരെ പോലീസിന് പിടിച്ചുകൊടുക്കേണ്ട പണിയാണ്, പോലീസ് ഇറക്കിക്കൊണ്ടേണ്ട പണിയല്ല. മറുപടി അരുണ്, മറുപടി. തീർച്ചയായും പ്രിയപ്പെട്ട നവാസെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ താങ്കൾ വീണ്ടും വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. ക്രൈം നമ്പർ 281/2025 ആ കേസ് സ്റ്റേഷൻ ജാമ്യമുണ്ട്. ഒരു ജയിലിലും ഒരു കോടതിയിലേക്കും കൊണ്ടുപോയിട്ടില്ല. അതായത് 0.9 ഗ്രാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഈ സൈഡിൽ പ്രവർത്തിക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉണ്ടല്ലോ, ബെയിലബിൾ ഒഫൻസ് ആണ്, പോലീസ് അപ്പൊ തന്നെ വിടും. അവിടെ ഒരാളും പോയി ജാമ്യം എടുക്കേണ്ട, ഒരു വക്കീലും പോണ്ട. തർക്കമല്ല, അതല്ലല്ലോ പറയുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നവരെയും വിൽപ്പന നടത്തുന്നവരെയും പൂർണ്ണമായും തള്ളിപ്പറയുകയാണെങ്കിൽ അവരെ ജാമ്യത്തിലെടുക്കാൻ ആ സംഘടനയുടെ ഭാരവാഹികൾ തന്നെ പോകുമ്പോൾ അത് നൽകുന്ന മെസ്സേജ് എന്താണ്? അവർ വീട്ടുകാർ പോട്ടെന്നേ, അവരുടെ കുട്ടികളാണല്ലോ ഈ വിപത്തിൽപ്പെട്ടിരിക്കുന്നത്. രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി തന്നെയാണ്
അല്ല ഞാൻ പറഞ്ഞത് ആ ക്രൈമിൽ കള്ളത്തരം പറയുന്നത്. രക്ഷിതാക്കളെ അരുൺകുമാർ വിളിച്ചു വരുത്തി കള്ളത്തരം പറയുന്നത്. ഞാൻ ആ തന്നെയാണ് സ്റ്റേഷൻ പോലീസ് നേരിട്ട് അന്വേഷിച്ച് സ്റ്റേഷൻ സംസാരിക്കുന്നത്. ഒരു തരത്തിലും ജില്ലാ നേതാക്കന്മാർ സംസ്ഥാന നേതാക്കന്മാർ പച്ചക്കള്ളം, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പച്ചക്കള്ളം അരുൺകുമാർ പറയുന്നത്. 2 കിലോ കഞ്ചാവ് പച്ചക്കള്ളം. പിടിച്ച കേസില് അല്ല, ഒന്നാന്തരം പച്ചക്കള്ളമാണ് ഈ അരുൺകുമാർ താങ്കൾ പറയുന്നത്. കേൾക്ക് KSUവിന്റെ പറ. അല്ല താങ്കൾ പറയൂ. എന്താണ് ഒച്ചപ്പാട് താങ്കളൊന്ന് കേൾക്ക് KSUവിന്റെ ആർട്സ് പറഞ്ഞോളൂ. സെക്രട്ടറി ഉള്ള പറഞ്ഞോളൂന്നേ. സെക്രട്ടറി ഉള്ള പറഞ്ഞോളൂ. 2 കിലോ കഞ്ചാവ് പിടിച്ച പ്രതിയെയാണല്ലോ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ആ പ്രതിക്ക് വേണ്ടി ജാമ്യാപേക്ഷ കൊടുക്കാനും അല്ല. ആ പ്രതിയെ രക്ഷിക്കാനും ആ പ്രതിക്ക് വേണ്ടി പത്രസമ്മേളനം നടത്താനും KSUവിന്റെ നേതാക്കന്മാർ പോയത് താങ്കൾ കണ്ടില്ലേ? Debate with Smriti Parithikar.